ഹായ്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കൊറേ ദിവസമായി നമ്മള് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അതെ എവിടെ മയ്യും മഴ കൊണ്ട് ആവുന്നില്ല ഒന്നും. അതെ, പുറത്തിറങ്ങാനും കൂടി വയ്യില്ല. പിന്നെ ഏടെ വീഡിയോ ആക്കല്ലേ. അങ്ങനെയായിട്ട് നമ്മള് കുറച്ച് വീഡിയോ ആക്കിയിട്ടേ ഇല്ല അല്ലെ. അതെ. പിന്നെ അങ്ങനെ ഇന്ന് നമുക്ക് അയിലമീൻ്റെ കറിയാക്കാം. നമ്മൾ ഇവിടെ എങ്ങനെ ആക്കുന്ന അതുപോലെ ഒന്ന് ആക്കി നോക്കാം. അതെ. അപ്പൊ നമുക്ക് അതിന് പോകാം. അതിലേക്ക് പോകാം. നമ്മളിന്ന് സ്പെഷ്യൽ അയില കറി. ഇതാ നല്ല വലിയ വലിയ അയില എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ വലിയ അയില. അപ്പൊ ഇതിനെ നമുക്ക് തല വേറെ പറ്റിച്ചെടുക്കും. പിന്നെ ഇത് കഷ്ണം മീന് നമുക്ക് വേറെ നമ്മളെ ഒരു സ്റ്റൈലില് ആക്കാം. അപ്പൊ നമുക്ക് അതൊന്നും ആക്കി കാട്ടിക്കാം അല്ലേ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 2 തക്കാളി, വലിയ വലിയ 2 തക്കാളി, പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി, പിന്നെ 1.5 ഉള്ളി, വലിയ ഉള്ളി. അതുകൊണ്ട് ഇത് 1.5 എടുത്തിന്, ഒരു വലിയ ഉള്ളി, ഒരു ചെറിയ ഉള്ളി. അപ്പൊ ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. സവാള അപ്പൊ നമ്മള് ഉള്ളിനെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഇതാക്കി എടുക്കാം, റോസ്റ്റാക്കി. ചട്ടി ചൂടായിന്. അപ്പൊ അതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണിന്റെ അത്ര എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മെയിൻ വേണ്ടിയത് നമുക്ക് ഉലുവ. മീൻ കറിക്ക് ഉലുവ മെയിൻ. അപ്പൊ ഇതൊരു 1/4 സ്പൂൺ ഇതിട്ട് കൊടുക്കാം. ബ്രൗൺ കളറായി വരുമ്പോ നമുക്ക് ഈ ഉള്ളി ഫസ്റ്റ് ഉള്ളി ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചു കൊടുക്കണം. ബ്രൗൺ കളറായി ഉലുവ, ഉള്ളി. ഇത് കുറച്ച് നല്ലോണം ബ്രൗൺ കളർ ആവണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളി ഇത് വഴണ്ട് കിട്ടാൻ വേണ്ടിട്ട് ഉപ്പ് ഇട്ടത്. ഉള്ളി ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല റോസ്റ്റ് ആവട്ടെ. അതിന്റെ ഒന്നിച്ചിട്ട് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ലേശം ഇഞ്ചി, അത് ചൂടാക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അങ്ങനെ അരയ്ക്കാം. അപ്പൊ ഈ തക്കാളി ഉണ്ടല്ലേ, തക്കാളി നല്ല ബന്ധം അടിയണം. ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് കുറച്ച് മതി, മീനിക്ക് കുറച്ച് ഇടുന്നു. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി. നമ്മളന്ന് ഉണക്കിയതല്ലേ, ഉണക്കി പൊടിച്ചതല്ലേ. ഇപ്പൊ വേനൽക്കാലം വന്നാൽ നമ്മളിവിടെ എല്ലാരും മുളക് ഭയങ്കര തണുപ്പില്ല സ്ഥലമല്ല ഈ അതെ, മുളകെല്ലാം മേടിച്ചില്ല പൊടിയാക്കും. അങ്ങനെ പൊടിയാക്കി വെച്ചതാണ്. അപ്പൊ ഇത് നല്ലോണം ഇതൊരു വേറെ കളർ ചേഞ്ച് ആവണം. അങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പൊ നമ്മളുടെ ഈ മസാലന്റെ കളറേ ചേഞ്ച് ആയി നോക്കും. ബ്രൗൺ കളർ. ഒരു 1/2 സ്പൂണിന്റെ അത്ര മഞ്ഞപ്പൊടി. പിന്നെ ചെറിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, ഒരു നുള്ള്. പിന്നെ ഇതിന് നല്ലോണം അരച്ചെടുക്കണം, പേസ്റ്റ് ആക്കണം.
പേസ്റ്റ് ആക്കില്ല. ഇഞ്ചി ഇട്ടിട്ട് പേസ്റ്റ് ആക്കണം. പേസ്റ്റ് ആക്കി എടുക്കണം. തണുത്ത പണിയാ. തിന്നിനെ വല്ലട്ട ഇതിപ്പോ പുതിയതായിട്ട് ആക്കണം. ഇല്ല ഇത് ഇതിനെക്കാട്ടി സൂപ്പർ കറി ആക്കിയിട്ട് നമ്മുടെ അച്ഛനെല്ലാം ആക്കി കൊടുത്തണ്. അച്ഛനെല്ലപ്പോ അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പൊ. അതല്ലോ ഈ തലക്കറി, ഇത് മീനിന്റെ തലക്കറി, മത്തി മീൻ്റെ ഏത് മീനിന്റെ തലക്കറി എല്ലാം സൂപ്പറായിട്ട് ആക്കി കൊടുത്തത്. അതെ, നല്ല ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്ത് ടേസ്റ്റ് ഉണ്ട് പറയാ അവർ വെച്ചത്. അതിന് പൂളയും കിട്ടണം അല്ലേ? പൂളയും പുഴുങ്ങിയത്, മത്തീന്റെ തലയോട്ടെ അയിലിന്റെ തലയോട്ടെ പുളിമുളകിലിട്ടിട്ട് അതിൽ വായില് വെള്ളം വരുന്നുണ്ട്. കറി ഇത് ചൂടറിയല്ല അരച്ചിട്ടെടുക്കാം. 3 ഇത് പച്ചമുളക് നമുക്ക് കീറി വെച്ചിട്ടുണ്ട്. അതെ, ഇത് ഇതിലേക്കിട. എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിക്ക്. അതെ, കരിവേപ്പില നല്ല കഴുകി ഉണങ്ങിയതാ. ഇത് മീൻകറി പുളിയും എരിവായിട്ട് നല്ല അടിപൊളിയായിരിക്കണം അല്ലേ? അപ്പൊ ഈ കരിവേപ്പിന്റെ എല്ലാം പിന്നെ നമ്മൾ ഇടുള്ളൂ. ഇപ്പൊ ഈ ഇത് മുളകിന് കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ബാക്കി എടുക്കാം. എന്നിട്ട് ഇത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് നല്ല മസാല. സൂപ്പറായി. ഈ മസാലനെ ഇതിലേക്കില്ല. ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നല്ലോണം ഇറക്കി കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോഴേ. നല്ല മണവും നല്ല കസി മാതിരിയല്ല. അല്ല, ഇതിന് കുറച്ചും കൂടെ വെള്ളം കിട്ടുന്നു. തലക്കറിക്ക് എങ്ങനെ വേണല്ലേ? പുളി ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങന്റെ അത്രയ്ക്കുള്ളത്. പിന്നെ നമ്മുടെ ഇരിക്ക പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. എരിവും പുളി തന്നെ മീനക്ക് അടിപൊളി അല്ലെങ്കിൽ അതെ, സൂപ്പറായിട്ടുണ്ടാവും. ഉപ്പിടാം. കുറച്ച് നമ്മൾ നേരത്തെ ഉള്ളിക്ക് ഇട്ടിട്ടുണ്ടായി. അതിനെ കൊണ്ട് ജാസ്തി ആവണം വേണ്ട. ഒരു 1/2 സ്പൂൺ മണ്ണിച്ചാട്ടിൽ വെക്കണം കൊണ്ട് മീൻകറി സൂപ്പർ ആവും. ഇത് അല്ല, മണ്ണിച്ചാട്ടില് ഏത് കറി വെച്ചാലും എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരുന്നു. പണ്ട് കാലത്തിലല്ല മണ്ണിച്ചാട്ടിലല്ല. ഇപ്പോഴും കൊറേ ഹോം സ്റ്റൈലും അവിടെ ഇവിടെ എല്ലാം മണ്ണിച്ചാട്ടില്. നമ്മുടെ അച്ഛമ്മ പറയണ്ടായി കിണറ് അവര് ചെറുതുണ്ടാവും. ഈ സ്റ്റോറി കേൾക്കുമ്പോ നല്ല ഉണ്ടാവും. കിണറ്റിലേക്ക് വെള്ളം കോരാൻ വേണ്ടിട്ട് മണ്ണിന്റെ കൊട അത്രയുണ്ടല്ലേ. ചിലത് വന്ന വെള്ളം എടുത്തിട്ട് വരും. അവിടെ ഇവിടെ തൊടാണ്ട് തട്ടാണ്ട് മുട്ടാണ്ട് വന്നെങ്കിൽ മുട്ടി പോയി പൊട്ടിപ്പോയാ പോയി ഇത് മാത്രം വരും. പിന്നെ ഒന്ന് വെള്ളം കോരാന് വേറെ കുട ഉണ്ടായിട്ടില്ല ആ കാലത്ത്. പ്ലാസ്റ്റിക് കുടല്ലേ ഇപ്പൊ ആ കാലത്തിൽ ഉണ്ടായിട്ടില്ലല്ലേ. അപ്പൊ പിന്നെ ഒന്ന് മാറ്റി എടുക്കാൻ പറഞ്ഞിട്ട് അതും ഉണ്ടാവില്ല. ഒന്ന് അഡ്ജസ്റ്റ് ആക്കിട്ട് പോണല്ലേ. അപ്പത്തെ കാലം അതല്ലേ. പിന്നെ ചെമ്പിന്റെ കുടവും പാത്രവും അത് തന്നെ വന്നത്. ചെമ്പ് പാത്രവും പിന്നെ അലുമിനിയത്തിന്റെ പാത്രം ഇങ്ങനത്തെ വന്നത് കൊറേ കാലം കഴിഞ്ഞിട്ടല്ലേ. ഇപ്പൊ നമുക്ക് എല്ലാ പ്ലാസ്റ്റിക്കിന്റെ സ്റ്റീലിന്റെതും. പ്ലാസ്റ്റിക്കിന്റെ ഭയങ്കര എഫക്ട് ബോഡിക്ക് ആരും കഴിക്കാൻ പാടില്ല അത്. അതെ, എന്നാലും ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഇപ്പൊ എളുപ്പത്തിൽ അതന്നെ. പാവപ്പെട്ടവർക്ക് അത് തന്നെ ഉള്ളൂ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആയിട്ട് സൂപ്പറായിനാ. സൂപ്പറായിരുന്നു. നീ ടേസ്റ്റ് നോക്കിട്ടേ വാക്ക് പറഞ്ഞോണ്ട് അതിന്റെ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിട്ടായി. മീൻ ഇടണം, മീൻ ഇട്ടിട്ടില്ല. അതിന്റെ മുമ്പേ ഞാൻ ഒന്ന് ടേസ്റ്റ്. അപ്പൊ ഇനി മീൻ ഇടാം നമുക്ക്. കഴുകി വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇടാം. അയില മീൻ എന്ത് റേറ്റ് അല്ലെങ്കിൽ 400 രൂപ ഇവിടെ. ഇപ്പൊ എല്ലാത്തിനും വില ജാസ്തി ആയില്ലേ.
ഇപ്പൊ എന്താ മീനൊന്നും കിട്ടുന്നില്ല എന്തോ. മീനിപ്പോ ഇനി കർക്കിടക മാസം ആയാലും മീന് പിടിക്കൂല അത്ര. മീൻ എന്ത് മുട്ട ഇടുന്ന സമയമോ എന്തോ പറയൂ. അത് തന്നെ ഇപ്പൊ പിടിക്കാൻ പറ്റില്ലേ എന്തോ എന്തെന്ന് എന്തോ. നമ്മക്ക് ഇവിടെ അറിയണ അല്ലേ, നമ്മള് കൂടുതലല്ലോ അവർക്ക്. കറി മീൻകറി റെഡി. റെഡിയായി മീൻകറി. അപ്പൊ നമുക്കിപ്പോ പുളിമുളകൾ വെച്ചത് ഇത് നല്ല അരവെല്ലാം നല്ല ഗട്ടിയായിട്ട് അതെ നല്ലുണ്ട്, കാണാൻ നല്ലുണ്ട്, ടേസ്റ്റും നല്ലുണ്ട്. അപ്പൊ നമുക്കിപ്പോ ചോറ് വയ്ക്കാം അല്ലേ? ചോറ് വയ്ക്കാം. யாருண்ட வயல் ഓട്ടിച്ചതാ. ഞാൻ നേരത്തെ തലാന്ന് മീൻ കറി വെക്കുമ്പോൾ ഗീത മീൻ കറി വെക്കുമ്പോൾ തല ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തല ഭയങ്കര ഇഷ്ടം. എനിക്ക് മീനിന്റെ കറിനെ കാട്ടി തല. അപ്പൊ ഈ തല വറ്റിച്ചത് കാട്ടിട്ടില്ല, എനിക്ക് കാന്തരി ഇട്ടണ ഉണക്കിയ കാന്തരി. അതെ, കാന്താരി പൊടി എല്ലാം ഇട്ടിട്ടാക്കിയത്. നല്ല എരിവും പുളിയായിട്ട് നല്ല ബട്ടിച്ച് വെച്ചിരുന്നു. അതെ, ബട്ടിച്ച് വെച്ചു. അതെ, തലക്കറി അടിപൊളിയായി, സൂപ്പറായി. ഇതാ അതെ. അപ്പൊ ഞാന് ചോറെല്ലാം എടുത്തിട്ട് വന്ന് നല്ലുണ്ട്, കറിയെല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. തലക്കറിയും മീനും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയല്ല, നല്ല എരിവും പുളിയെല്ലാം കറക്റ്റായിട്ട് കുടിച്ചിട്ടുണ്ട്. അതെ, കഥ എന്തെങ്കിലും പറയണ്ട. പാട്ട് എല്ലാം തണുപ്പെല്ലായിട്ട് ഇത് ഭയങ്കര അത് കാണില്ലേ, സട്ടർ എത്ര ടൊപ്പി എത്ര ഇതെല്ലാം ഇട്ടിട്ട് തന്നെ പറയണ്ട ഉള്ളിൽ ഇരിക്കാനും കിടക്കാനാ. അങ്ങനെയല്ല, തണുപ്പത്ത് ഇരുന്നിട്ടുണ്ടല്ലേ? തണുപ്പത്ത് തന്നെ കാണില്ലേ, ചുടുകുപ്പ എത്ര ടൊപ്പി എത്ര ഇത്ര എല്ലാം ഇട്ടിട്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയുന്നില്ല. ഇനി എടിക്കാ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുക മോളെ, ഒന്നിനും വയ്യില്ലാണ്ട് ഇരുന്നിന്. അങ്ങനെ നല്ല വെയിലല്ല വരുമ്പോ നമുക്ക് അവിടെ ഇവിടെ എല്ലാം പോയിട്ട് പാങ്ങുള്ള വീഡിയോ എല്ലാം എടുത്ത് എല്ലാം വരാം. മഴക്കാലം കുറച്ച് കുറഞ്ഞു കിട്ടട്ടെ മക്കളെ. മഴയും വേണോ അങ്ങനെയാണ് പറഞ്ഞിട്ട് മഴ വേണ്ടെന്ന് പറയാൻ പറ്റൂല. മഴയും വേണം വെയിലും വേണോ എല്ലാം വേണം. ഇപ്പൊ ഒരാഴ്ച ഭയങ്കര മഴ. ഈ കൊല്ലം പറഞ്ഞാല് ഫസ്റ്റിൽ തന്നെ നല്ല മഴ പിടിച്ച്, അല്ലെങ്കിൽ 2 വെയില്, ഒരു മഴ, ഒരു ലേസം മഴ, ഇങ്ങനെല്ലാം ഉണ്ടാവും. ഈ പ്രസവം നല്ലോണം അടിയടാന്നടിച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി. അതെ, ബൈ. ബൈ.